തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ പോലീസ് കേസെടുത്തു. ഡോക്ടർ രാജീവ് കുമാറിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് ചേരുന്നു. റിനു, ഇപ്പോൾ ഒടുക്കം പോലീസ് കേസെടുത്തിരിക്കുന്നു. പരാതി ലഭിച്ച ഉടൻ തന്നെ കേസെടുത്തിരിക്കുകയാണ്. എന്തൊക്കെ വകുപ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ചേർത്തിരിക്കുന്നത്? റിനു, ശസ്ത്രക്രിയക്കിടെ ചികിത്സാ പിഴവുണ്ടായ സംഭവത്തിൽ സുമയ്യയുടെ ബന്ധുവിന്റെ, അതായത് സഹോദരന്റെ പരാതിയിലാണ് ഇപ്പോൾ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കണ്ടോൺമെന്റ് പോലീസാണ് IPC 336, 338 എന്നീ വകുപ്പുകൾ ചേർത്തി കേസെടുത്തത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് രാവിലെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ടോൺമെന്റ് പോലീസ് സുമയ്യയുടെയും അതുപോലെ തന്നെ ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ മൊഴി രേഖപ്പെടുത്തിയതിന്റെ തുടർന്നാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. നേരത്തെ തന്നെ വലിയ ആരോപണമുയർന്ന ഒരു സംഭവമാണ് 2023 ഈ പറഞ്ഞതുപോലെ ഒരു ശസ്ത്രക്രിയ കഴിയുന്നു. തൈറോയ്ഡ് ഗ്രന്ഥിക്കുള്ള ശസ്ത്രക്രിയ നടത്തി പിന്നീട് നെഞ്ചിൽ ഒരു 50 മീറ്റർ നീളമുള്ള ഗേഡ് വയർ കുടുങ്ങുന്നു. ആ വയർ കുടുങ്ങിയിട്ട് അത് ആരോടും പറയാതെ ഒളിച്ചുവെക്കാൻ ഡോക്ടർ ശ്രമിക്കുന്നു. ഇപ്പോൾ ആ പാവം സുമയ്യ എന്ന യുവതിക്ക്, 26 വയസ്സുകാരിക്ക് 4 സ്റ്റെപ്പ് കയറിയാൽ കിതപ്പാണ്. ആ ആരോഗ്യ പ്രശ്നം ആരും കണക്കിലെടുക്കുന്നില്ല. ഇതേസമയം DMOയ്ക്കും ഈ ആരോഗ്യ വകുപ്പിനും പരാതി നൽകിയപ്പോൾ പരാതി ലഭിക്കും മുമ്പ് തന്നെ പിഴവ് അവർക്ക് അറിയാമായിരുന്നു. നേരത്തെ തന്നെ അന്വേഷിച്ചിരുന്നു. അത് സാരമില്ല, കുഴപ്പമില്ല എന്ന ഒഴുക്കൻ മറ്റുള്ള മറുപടിയാണ് ആരോഗ്യവകുപ്പ് നൽകിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സുമയ്യ കേസ് കൊടുത്തിരിക്കുന്നത്. കേസിൽ എന്തായാലും IPC വകുപ്പുകൾ ആ സമയത്ത് വകുപ്പുകൾ ചുമത്തി, മെഡിക്കൽ നെഗ്ലിജൻസിന്റെ ഭാഗമായ വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു.